പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത് ആസൂത്രണ കമ്മീഷനാണ് അല്ലെ? പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം നമ്മൾ ആസൂത്രണ കമ്മീഷന്റെ മാതൃക നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷന്റെ മാതൃക സ്വീകരിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. ഭരണഘടനാപരമായിട്ടുള്ള ഇതില്ല, ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു ഉപദേശക സമിതി മാത്രമാണ്. പിന്നെ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. NDC സ്ഥാപിച്ചത് 1952 ഓഗസ്റ്റ് 6-നാണ്. NDC സ്ഥാപിച്ചത് 1952-ലാണ്. 52 ഓഗസ്റ്റ് 6-ന്. അപ്പൊ ആദ്യമേ പ്ലാനിംഗ് കമ്മീഷനാണ് വന്നത് 1950 മാർച്ച് 15-ന്. പിന്നീട് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചു 1952 ഓഗസ്റ്റ് 6-ന്. അപ്പൊ NDC ആണ് ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പം നിലവിലില്ല. അത് 2014 ഓഗസ്റ്റ് 17-ന് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്നത് നീതി ആയോഗാണ്. പഞ്ചവത്സര പദ്ധതികൾ 12 എണ്ണമാണ് ഉള്ളത്. അതിനുശേഷം പഞ്ചവത്സര പദ്ധതികൾ ഇല്ല. നീതി ആയോഗ് അതിനുശേഷം 2015 നിലവിൽ വന്നു. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. അപ്പൊ എന്താണ്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ഇത് പഠിക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. USSRൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ആണ്. ഇനി നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളും നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം 1951 മുതൽ 1956 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അപ്പൊ എന്നാണ് ആരംഭിച്ചത്? 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. ഏതിനൊക്കെയാണ്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ കുടുംബാസൂത്രണം 1952-ലാണ് കുടുംബാസൂത്രണം നിലവിൽ വരുന്നത്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് 1952.
കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായി 1953 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് UGC സ്ഥാപിതമായത് 1953. പക്ഷെ UGC ആക്ട് എന്നാണ് വന്നത്? UGC ആക്ട് വന്നത് 1956. UGC നിലവിൽ വരുന്നത് 1953 UGC ആക്ട് പാസ്സാക്കിയത് എന്നാണ് 1956. 5 IIT-കൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5 IIT-കൾ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. 5 IIT-കൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എവിടെയൊക്കെയാണ് സ്ഥാപിതമായത്? ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി, ഖരഗ്പൂർ. ഇപ്പൊ എവിടെയൊക്കെയാണ്? ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി, ഖരഗ്പൂർ എന്നിവിടങ്ങളില് 5 IIT-കൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രൂപീകരിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. 1955 തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1% ലഭിച്ചത്. 3.6% വളർച്ച കൈവരിച്ചു. ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% കൈവരിച്ചത് 3.6%. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ജലസേചന പദ്ധതികളാണ് ഹിരാക്കുഡ്, ദാമോദർ വാലി, പക്രാനങ്കൽ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ജലസേചന പദ്ധതികളാണ് ഹിരാക്കുഡ്, ദാമോദർ വാലി, പക്രാനങ്കൽ. ഹിരാക്കുഡ്, ദാമോദർ വാലി, പക്രാനങ്കൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി KN രാജാണ്. ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ്. അപ്പൊ അത്രയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചുള്ളത്. ഇനി അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പം രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്? വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസാക്കി. അപ്പൊ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസാക്കിയത് ഏത് സമയത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസാക്കിയത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. DRDO നിലവിൽ വന്നത് 1958 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് DRDO നിലവിൽ വന്നത്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. സിന്ധു നദീജല കരാർ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് 1960 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. 1956 രണ്ടാം വ്യാവസായിക നയം വന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ളത് ഇതിന്റെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി.
ലക്ഷ്യം 4.5% വളർച്ചയായിരുന്നു, കൈവരിച്ചത് 4.3% മാത്രമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം 5.6 വളർച്ച ലക്ഷ്യമിട്ടിരുന്ന പദ്ധതിക്ക് 2.8% വളർച്ച മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്താണ്, 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം എത്രയാണ്, 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്ന പദ്ധതിയായിരുന്നു. പക്ഷെ 2.8% വളർച്ച മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അതായത് ചെറിയ രീതിയിൽ പരാജയമായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച ഒരു സംഭവമാണ് ഹരിത വിപ്ലവം. അപ്പൊ ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഭാഗമായി താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു. 1966 ജനുവരി 10 താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യ പാക് യുദ്ധം അല്ലെ, 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താഷ്കന്റ് കരാർ വെച്ചാണ്. താഷ്കന്റ് കരാർ ഒപ്പിട്ടു എന്നാണ് 1966 ജനുവരി 10. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി 1965. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി 1965. അതിനുശേഷം പ്ലാൻ ഹോളിഡേ ആണ് വരുന്നത്. 66 മുതൽ 69 വരെ 3 വർഷം പ്ലാൻ ഹോളിഡേ ആണ്. 1966 മുതൽ 1969 വരെ 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്ലാൻ ഹോളിഡേ സമയത്ത്. അതിനുശേഷം നാലാം പഞ്ചവത്സര പദ്ധതി വന്നു. 69 മുതൽ 74 വരെ. 69 മുതൽ 74 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് 1970 നടപ്പിലാക്കി. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, അതായത് ധവള വിപ്ലവത്തിന്റെ വേറൊരു ഇതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയത്. 1971 ഇൻഡോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. 1971 വീണ്ടും ഇൻഡോ പാക് യുദ്ധം വന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. ലക്ഷ്യം 5.7% 3.3% മാത്രമേ നേടിയുള്ളൂ. അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. 1974 മുതൽ 1979 വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്.
ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കി. 1975 20 പരിപാടികൾ നടപ്പിലാക്കിയത്. അപ്പൊ 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 20 പരിപാടികൾ 5ാം പഞ്ചവത്സര പദ്ധതി 1975. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉയർന്നു വന്നൊരു മുദ്രാവാക്യമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജോലിക്ക് കൂലി ഭക്ഷണം 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. മിനിമം നീഡ്സ് പ്രോഗ്രാം ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 1975 ഏപ്രിൽ 19 79 വരെ 5ാം പഞ്ചവത്സര പദ്ധതിയുണ്ട്. സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നു 1975 ഒക്ടോബർ 2. അതായത് ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2 ICDS. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും അതിനുശേഷം വന്നു അല്ലെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നു 1978 മുതൽ പിന്നെ 80 വരെ റോളിംഗ് പ്ലാൻ ആണ്. 78 പുതിയ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതിനുശേഷം പിന്നെ റോളിംഗ് പ്ലാൻ ആണ് ഉണ്ടായത്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചു. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതായിരുന്നു ലക്ഷ്യം. അപ്പൊ റോളിംഗ് പ്ലാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാലാണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാലാണ്. ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥം രചിച്ചതും ഗുണ്ണാർ മിർഡാലാണ്. ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥം രചിച്ചത് ഗുണ്ണാർ മിർഡാലാണ്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് അറിയപ്പെടുന്നു. 1950 മുതൽ 80 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 3.5% ഈ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? രാജകൃഷ്ണയാണ്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് രാജകൃഷ്ണ. അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ. 79 വരെ ആയിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതി. പക്ഷെ 79 വരെ പോയില്ല. 78 റോളിംഗ് പ്ലാൻ വന്നു. പുതിയ ഗവൺമെന്റ് വന്നപ്പം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയില്ല മുന്നോട്ട്. 6ാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെ. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പൊ എന്താണ്? ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. പിന്നെ RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി. ഏതൊക്കെയാണ്? RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കി. നബാർഡ് നിലവിൽ വന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നബാർഡ് നിലവിൽ വന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നബാർഡ് നിലവിൽ വന്ന എന്നാണ്? 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്. 1982 ജൂലൈ 12. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു. 1980 ഏപ്രിൽ 5 രണ്ടാം ഘട്ട
ദേശസാൽക്കരണം നടന്നത്? രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നടന്നത്. 1980 ഏപ്രിൽ 5-ന്. 7ാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെയാണ്. 1985 മുതൽ 1990 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി. അപ്പൊ എങ്ങനെയാണ്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്കാണ് 7ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിച്ചു. വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിച്ചു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പദ്ധതി 7ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു 1986. ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ വിദ്യാഭ്യാസ നയം 1986. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ജവഹർ റോസ്ഗാർ യോജന 1989 ഏപ്രിൽ 1-ന് നിലവിൽ വന്നു. ഇന്ദിരാ ആവാസ് യോജന 1985. ഇതെല്ലാം 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നിലവിൽ വന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം 86, ദേശീയ വിദ്യാഭ്യാസ നയം 56, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 86, ജവഹർ റോസ്ഗാർ യോജന 1989 ഏപ്രിൽ 1, ഇന്ദിരാ ആവാസ് യോജന 1985. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 മാർച്ച് 31 വരെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വാർഷിക പദ്ധതി. ഇപ്പൊ കേന്ദ്രത്തിന്റെ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 2 വർഷക്കാലം എന്താണ്? മാർച്ച് 31 വരെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വാർഷിക പദ്ധതി എന്ന് പറയുന്നത്. അതിനുശേഷം 8ാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 92 മുതൽ 97 വരെയാണ്. 92 മുതൽ 97 വരെ. മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികസനമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികസനമാണ് മാനവ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നത് ലക്ഷ്യമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു 1992. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1992. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു എന്ന് 1993 ഏപ്രിൽ 24-നാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായി എന്ന് 1995 ജനുവരി 1-ന്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നു 1996 ആഗസ്റ്റ് 17-ന്. കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് 1996 ആഗസ്റ്റ് 17-ന്. അത്രയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ.
9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു ലക്ഷ്യം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദരിദ്രർക്ക് ഭവന നിർമ്മാണം സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു ലക്ഷ്യങ്ങൾ. രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തി. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയത്. 1998 മെയ് 11, 13 തീയതികളിലാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഓപ്പറേഷൻ ശക്തി എന്നാണ് രണ്ടാം ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം. കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കുടുംബശ്രീ ആരംഭിച്ചത് ഇത് ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ്. കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നാണ് 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. 1998 മെയ് 17 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ തലത്തിൽ സ്ത്രീ ഘടക പദ്ധതി വുമൺ കമ്പോണന്റ് പ്രൊജക്ട് അഥവാ WCP അവതരിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ തലത്തിൽ സ്ത്രീ ഘടക പദ്ധതി വുമൺ കമ്പോണന്റ് പ്രൊജക്ട് അവതരിപ്പിച്ചു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ വന്നു, സ്ത്രീ ശാക്തീകരണം വന്നു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി എന്ന് ചോദിച്ചാലും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി, 9ാം പഞ്ചവത്സര പദ്ധതി, സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ ഇതെല്ലാം 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി സർവശിക്ഷ അഭിയാൻ നിലവിൽ വന്നു. സർവശിക്ഷ അഭിയാൻ നിലവിൽ വന്നത് എന്നാണ്? 2001. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി സർവശിക്ഷ അഭിയാൻ നിലവിൽ വന്നു 2001. ഭീകരവാദം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പോട്ട ആക്ട് നിലവിൽ വന്നു 2002 മാർച്ച് 28. 2002 മാർച്ച് 28 നിലവിൽ വന്നത് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. ബാലികാ സമൃദ്ധി യോജന, അന്ത്യോദയ അന്ന യോജന, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന എന്നിവ നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബാലികാ സമൃദ്ധി യോജന, അന്ത്യോദയ അന്ന യോജന, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന എന്നിവ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നതാണ്. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം എന്നിവയിൽ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃ ശിശുമരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക എന്നിവയായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ എന്തൊക്കെയാണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃ ശിശുമരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക. വിവരാവകാശ നിയമം നിലവിൽ വന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12. മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നു. വാറ്റ് നടപ്പിലാക്കി.
വാല്യൂ ആഡ് ടാക്സ് നടപ്പിലാക്കി 2005. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ആശാ പദ്ധതികൾ നിലവിൽ വന്നു. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ആശാ പദ്ധതികളെല്ലാം നിലവിൽ വന്നു. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ട പദ്ധതി അല്ലെ? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. 2007 മുതൽ 2012 വരെ. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച എന്നതാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകി. ആധാർ പദ്ധതി, ആം ആദ്മി ഭീമ യോജന എന്നിവ നടപ്പിലാക്കി. ആധാർ നിലവിൽ വന്നു. ആധാർ നമുക്കറിയാം 2012 ആധാർ നിലവിൽ വന്നത്. ആധാർ പദ്ധതി നിലവിൽ വന്നു. ആം ആദ്മി ഭീമ യോജന എന്നിവ നടപ്പിലാക്കിയതെല്ലാം 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നു. രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ച പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കി. 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. 2009 ഓഗസ്റ്റ് 10 നിയമം പാസാക്കിയത്. അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 20 നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 നിലവിൽ വന്നത്. അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. 11ാം പഞ്ചവത്സര പദ്ധതിയിലും ഉണ്ടായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയിലും ഉണ്ടായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത്. സുസ്ഥിര വികസനമുണ്ട്. സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പിന്നെ ത്വരിതഗതിയിലുള്ള വളർച്ച, ഫാസ്റ്റർ ഗ്രോത്ത്. ത്വരിതഗതിയിലുള്ള വളർച്ച, പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ത്വരിതഗതിയിലുള്ള വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് 11ലും ഉണ്ട് 12ലും ഉണ്ട്. 11ലും 12ലും ഉണ്ട്. ഭക്ഷ്യസുരക്ഷാ ബിൽ ഒപ്പുവെച്ചു. 2013 സെപ്റ്റംബർ 12 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചത്. 2013 സെപ്റ്റംബർ 12 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചത്. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് 2014 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത്. പ്രധാനമന്ത്രി ജൻ ധൻ യോജന ആരംഭിച്ചത് 2014. പ്രധാനമന്ത്രി ജൻ ധൻ യോജന 2014. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചു. 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചതെന്നാണ് 2014 സെപ്റ്റംബർ 25. സ്വച്ഛ് ഭാരത് അഭിയാൻ 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയത്. നീതി ആയോഗ് രൂപീകരിച്ചു. 2015 ജനുവരി 1 നീതി ആയോഗ് രൂപീകരിച്ചത്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് രൂപീകരിച്ചു. 2014 പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു. 2015 നീതി ആയോഗ് രൂപീകരിച്ചു. മുദ്രാ ബാങ്ക് നിലവിൽ വന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 2015 ഏപ്രിൽ 8 മുദ്രാ ബാങ്ക് നിലവിൽ വന്നത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി 2015 ജൂലൈ 1 തുടങ്ങിയത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് 2015 ജൂലൈ 1
ഇനി പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം തന്നെയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. വരും തലമുറയ്ക്ക് ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. വരുന്ന തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അപ്പൊ സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ എന്താണ്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിന് ഉണ്ടായിരിക്കേണ്ട 3 പ്രധാന ലക്ഷ്യങ്ങളാണ് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. അപ്പൊ സുസ്ഥിര വികസനത്തിന് ഉണ്ടായിരിക്കേണ്ട 3 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. കേവല ദാരിദ്ര്യം കുറയ്ക്കുക എന്നത് ലക്ഷ്യമാണ്. കേവല ദാരിദ്ര്യം കുറയ്ക്കുക എന്നുള്ളത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. സുസ്ഥിര വികസനത്തിനായി ഇനി ചെയ്യേണ്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഭൂമിയുടെ വാഹകശേഷിയെ അടിസ്ഥാനമാക്കി ജനസംഖ്യയെ പരിമിതപ്പെടുത്തുക. നിവേശങ്ങളുടെ അമിത ഉപയോഗത്തിന് പകരം ഫലപ്രദമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ സ്വീകരിക്കുക. അല്ലെ, ഒരുപാട് അങ്ങ് ഉപയോഗിക്കാതെ ഫലപ്രദമായിട്ട് കുറവായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ സ്വീകരിക്കുക. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എടുക്കുന്നത് സുസ്ഥിരതയുടെ അടിസ്ഥാനത്തിലാവണം. അടിസ്ഥാനത്തിലായിരിക്കണം. മലിനീകരണം മൂലമുള്ള കാര്യക്ഷമത ഇല്ലായ്മ കുറയ്ക്കണം. അപ്പൊ അത്രയാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 12 പഞ്ചവത്സര പദ്ധതികളും കഴിഞ്ഞു.